ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. MS ധോണി എന്ന ഇതിഹാസ നായകന്റെ കീഴിൽ 5 തവണ കിരീടം ചൂടിയ ചെന്നൈ ഇപ്പോൾ യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വത്തിൽ ഒരു പുതിയ യുഗത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. IPL 2026 സീസണിൽ ഋതുരാജിന്റെ കീഴിൽ കിരീടം നിലനിർത്താനും പുതിയ ചരിത്രങ്ങൾ കുറിക്കാനുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പോരാടുമ്പോൾ തന്നെ ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണ് അടുത്ത സീസണിലെ വൻ അഴിച്ചുപണികളിലാണ്. ക്രിക്കറ്റ് വിപണിയിലെയും ടീം മാനേജ്മെന്റിലെയും ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത സീസണിൽ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ CSK ഒരുങ്ങുന്നു എന്നാണ്. ഇതിന്റെ ഭാഗമായി നിലവിൽ ടീമിന് പ്രതീക്ഷിച്ച പ്രകടനം നൽകാത്തവരും തുടർച്ചയായി പരിക്കിന്റെ പിടിയിലായവരും പുതിയ ടീം കോമ്പിനേഷൻ അനുയോജ്യമല്ലാത്തവരുമായ 10ഓളം താരങ്ങളെ ചെന്നൈ അടുത്ത സീസണിന്റെ മുന്നോടിയായി റിലീസ് ചെയ്തേക്കുമെന്നാണ് സൂചന. ടീമിന്റെ പഴ്സ് മണി ഉയർത്താനും കൂടുതൽ മികച്ച യുവതാരങ്ങളെയും അനുഭവ സമ്പത്തുള്ള വിദേശ കളിക്കാരൻ ടീമിൽ എത്തിക്കാനുമുള്ള തന്ത്രപരമായ നീക്കമാണിത്. ക്രിക്കറ്റ് ലോകം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് തല എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ വിരമിക്കൽ. 2026 സീസണോടെ ധോണി തന്റെ IPL കരിയർ പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. ധോണി കളിക്കാരൻ എന്ന നിലയിൽ വിരമിക്കാൻ തീരുമാനിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഔദ്യോഗികമായി റിലീസ് ചെയ്യുന്ന ആദ്യത്തെ പേര് ധോണിയുടേതാകും. ഇത് ടീമിന്റെ പഴ്സ് മണിയിൽ വലിയൊരു തുക ലഭിക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കും. എന്നാൽ ധോണി CSK വിട്ടുപോകുമെന്ന് ഇതിനർത്ഥമില്ല. കളിക്കളത്തിൽ ഗ്ലൗസ് അണിഞ്ഞില്ലെങ്കിലും ധോണി ചെന്നൈ ക്യാമ്പിൽ തുടരും. വരും സീസണുകളിൽ ടീമിന്റെ പ്രധാന മെന്റർ അല്ലെങ്കിൽ തന്ത്രപരമായ ഉപദേശകൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദിനും യുവതാരങ്ങൾക്കും വഴിവിളക്കായി അദ്ദേഹം ഒപ്പം ഉണ്ടാകും. ധോണിയുടെ സാന്നിധ്യം ചെന്നൈയുടെ കളിശൈലിയും തുടർന്ന് സ്വാധീനിക്കും. ചെന്നൈക്ക് ചെപ്പോക്ക് സ്റ്റേഡിയം എപ്പോഴും സ്പിൻ ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ മികച്ച സ്പിന്നർമാരെ ടീമിലെത്തിക്കാൻ ചെന്നൈ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഈ സീസണിൽ ചെന്നൈയുടെ ചില സ്പിൻ പരീക്ഷണങ്ങൾ പാളിപ്പോവുകയുണ്ടായി. ഇന്ത്യൻ അന്താരാഷ്ട്ര ടീമിലും IPL മികച്ച റെക്കോർഡുള്ള ലെഗ് സ്പിന്നറാണ് രാഹുൽ ചഹർ. എന്നാൽ ഈ സീസണിൽ ചെന്നൈ നിരയിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ കാര്യമായ അവസരങ്ങൾ ലഭിച്ചില്ല. ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ നിർണായക മത്സരത്തിൽ വിദേശ സ്പിന്നർ ഹൊസൈനെ പുറത്തിരുത്തിയതിനെതിരെ മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ് ഉൾപ്പെടെയുള്ള ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നിട്ടും രാഹുൽ ചഹറിനെ കളത്തിലിറക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. നിലവിലെ ടീം കോമ്പിനേഷനിൽ രാഹുലിന് സ്ഥാനമില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. രാഹുൽ ചഹലിനൊപ്പം ചെന്നൈ നിരയിലുള്ള മറ്റൊരു സീനിയർ ഇന്ത്യൻ ലെഗ് സ്പിന്നറാണ് ശ്രേയസ് ഗോപാൽ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണെങ്കിലും CSKയുടെ തന്ത്രങ്ങളുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പ്ലേയിങ് 11-ൽ പോലും ഇടം പിടിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ മികച്ചതും ഫോമിൽ ഉള്ളതുമായ മറ്റ് ആഭ്യന്തര സ്പിൻ ഓപ്ഷനുകൾ തേടി ശ്രേയസ് ഗോപാലിനെ ചെന്നൈ ഒഴിവാക്കാൻ സാധ്യത കൂടുതലാണ്. IPL നിയമപ്രകാരം ഒരു ടീമിന്റെ പ്ലേയിങ് 11-ൽ പരമാവധി 4 വിദേശ താരങ്ങൾക്ക് മാത്രമേ കളിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മികച്ചവരെ മാത്രമേ ടീമുകളിൽ നിലനിർത്താറുള്ളൂ. ചെന്നൈ അടുത്ത തവണ തങ്ങളുടെ വിദേശ കോട്ടയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മാത്യു ഷോട്ടിനെ വലിയ പ്രതീക്ഷകളോടെയാണ് ചെന്നൈ ടീമിൽ എത്തിച്ചത്. ബിഗ് ബാഷ് ലീഗിലും മറ്റു മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹത്തിന് എന്നാൽ ചെന്നൈയുടെ ശക്തമായ ബാറ്റിംഗ് ലൈനപ്പിൽ സ്ഥിരമായ ഒരു പൊസിഷൻ കണ്ടെത്താനായില്ല. ടീമിന്റെ വിദേശ ഓപ്ഷനുകൾ കൂടുതൽ ശക്തമാക്കാനും മധ്യനിരയ്ക്ക് കൂടുതൽ സ്ഥിരത നൽകാനും വേണ്ടി ഷോട്ടിനെ റിലീസ് ചെയ്തേക്കും. ന്യൂസിലൻഡിന്റെ പരിചയസമ്പന്നനായ പേസറാണ് മാറ്റ് ഹെൻറി. എന്നാൽ ഈ സീസണിൽ പരിക്കുകൾ അദ്ദേഹത്തിന് വലിയ വില്ലനായി മാറി. കൂടാതെ വിദേശ താരങ്ങളുടെ എണ്ണത്തിലുള്ള പരിമിതികൾ കാരണം പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. ലഭിച്ച കുറഞ്ഞ അവസരങ്ങളിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ലോലനായതും ഹെൻറിക്ക് തിരിച്ചടിയായി. മെഗാലയലത്തിന് മുൻപ് ഇദ്ദേഹത്തെ ഒഴിവാക്കാനാണ് സാധ്യത. ന്യൂസിലൻഡിന്റെ തന്നെ യുവ പേസ് ബൗളിംഗ് ഓൾറൗണ്ടറായ സക്കറിയ ഭാവി വാഗ്ദാനമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ സീസണിൽ ചെന്നൈയുടെ തന്ത്രങ്ങൾക്ക് അനുയോജ്യമായ പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. നിലവിൽ പരിക്കുകൾ കാരണം വലയുന്ന ചെന്നൈക്ക് ഡെത്ത് ഓവറുകളിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള വിദേശ പേസർമാരെ ആവശ്യമുണ്ട്. അതിനാൽ അദ്ദേഹത്തെ റിലീസ് ചെയ്ത് പുതിയ താരങ്ങളെ കണ്ടെത്താനാണ് ശ്രമം. ഇന്ത്യൻ യുവതാരങ്ങളുടെ പ്രകടനമാണ് ഏതൊരു IPL ടീമിന്റെയും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. എന്നാൽ ചെന്നൈ ഈ സീസണിൽ വിശ്വസിച്ചേൽപ്പിച്ച ചില ആഭ്യന്തര താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചെന്നൈ നിരയിൽ അൻഷുൽ കാംബോജെ പോലെയുള്ള യുവ ഇന്ത്യൻ ബൗളർമാർ മികച്ച പ്രകടനത്തിലൂടെ ടീമിന്റെ പ്രധാന ബൗളിംഗ് കരുത്തായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഫോം ഔട്ടായ ആകാശ് മദ്വാളിന് അടുത്ത സീസണിൽ ടീമിൽ ഇടം ലഭിച്ചേക്കില്ല. മുകളിൽ പറഞ്ഞ 8 പ്രമുഖ താരങ്ങൾക്ക് പുറമെ ടീം കോമ്പിനേഷൻ അനുയോജ്യമല്ലാത്ത മറ്റ് 2 ആഭ്യന്തര യുവതാരങ്ങളെ കൂടി ചെന്നൈ റിലീസ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. IPL വലിയൊരു ലേലം നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ മാത്രമേ ടീമുകൾക്ക് മുന്നോട്ട് പോകാനാകൂ. ലഭ്യമല്ലാത്ത വലിയ തുകയുടെ കളിക്കാരെ റിലീസ് ചെയ്യുന്നതിലൂടെ ചെന്നൈക്ക് തങ്ങളുടെ മണി വലിയ രീതിയിൽ ഉയർത്താൻ കഴിയും. ഈ തുക ഉപയോഗിച്ച് ലേലത്തിന് ടീമിന് അത്യാവശ്യമായ ലോകോത്തര ഓൾറൗണ്ടർമാരെയും സ്ഥിരതയുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെയും സ്വന്തമാക്കാൻ ഋതുരാജ് ഗെയ്ക്വാദിനും കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗിനും സാധിക്കും. ഋതുരാജ് ഗെയ്ക്വാദിന്റെ കീഴിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുന്നത്. ധോണിയുടെ കളിസ്ഥലത്തെ സാന്നിധ്യം ഇല്ലാതാകുന്നതോടെ ടീമിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ള കളിക്കാരെ ആവശ്യമുണ്ട്.
പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരെയും ഫോം ഇല്ലാത്തവരെയും ധൈര്യപൂർവ്വം ഒഴിവാക്കുക വഴി ചെന്നൈ മാനേജ്മെന്റ് തങ്ങളുടെ കടുത്ത നിലപാടുകൾ വ്യക്തമാക്കുന്നു. ഈ 10 താരങ്ങളെ ഒഴിവാക്കുന്നത് താൽക്കാലികമായി ടീമിന് ചില വെല്ലുവിളികൾ ഉയർത്തിയേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ CSK കൂടുതൽ ശക്തവും സമഗ്രവുമായ ഒരു ടീമായി മാറ്റാൻ ഈ അഴിച്ചുപണി അത്യാവശ്യമാണ്. ആരാധകർ എപ്പോഴും ചെന്നൈയിൽ നിന്ന് വിജയങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു വൻ പോരാട്ടവീര്യമുള്ള നിരയെ അടുത്ത സീസണിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.